ഹായ് ഹലോ, ഈ ഒരു ഓണത്തിന് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്കിൻ്റെ ക്രാഫ്റ്റ് കണ്ടാലോ. അപ്പോൾ പുലികളിക്കുള്ള പുലിക്കുട്ടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മാവേലിയുടെയും ഫേസ് മാസ്ക് ആയിട്ട് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ വൈറ്റ് വരുന്ന ഒരു കവർ പേജാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ കവർ പേജാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു റൗണ്ട് ഷേപ്പാണ് നമുക്ക് വരച്ചു കൊടുക്കേണ്ടത്. നല്ല വട്ടമുള്ളൊരു പുലിക്കുട്ടിൻ്റെ ഫേസാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു പാത്രമോ അതല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡിലും ചെവിയുടെ ആ ഒരു പോർഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ചെവി വരയ്ക്കുക. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡും വരച്ചെടുക്കാം. കണ്ടില്ലേ, കറക്റ്റ് ലെവലിൽ ആ ഒരു ചെവി കിട്ടിയിട്ടുണ്ട്. ചെവികളുടെ ഉൾഭാഗത്ത് കൂടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരയ്ക്കേണ്ടത് കണ്ണുകൾ, മൂക്ക്, വായ. അപ്പോൾ അതൊക്കെ വരയ്ക്കുന്ന ടൈമിൽ കറക്റ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം കേട്ടോ. അതായത് രണ്ട് കണ്ണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ ഓരോ സൈഡിലെ കണ്ണും ഫേസിൻ്റെ ഔട്ടർ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് കറക്റ്റ് ലെവലായിരിക്കണം. സോ മസ്റ്റായിട്ട് സ്കെയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഔട്ട്ലൈൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഫേസിന് കളർ കൊടുക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് 2-3 റെഫറൻസ് പിക്ക് എടുത്തതിന് ശേഷം എനിക്ക് പറ്റുന്ന രീതിയിലൊരു പുലിയുടെ ഫേസ് ഞാൻ വരച്ചെടുത്തു. അതിനുശേഷം കളറും അതുപോലെ തന്നെ 2-3 റെഫറൻസ് പിക്കിൽ നിന്നാണ് ഞാൻ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളർ ചൂസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ചെവി, മൂക്ക് അതുപോലെ തന്നെ വായയുടെ ഉൾഭാഗം, ഈ ഒരു 3 ഭാഗത്തും ഡാർക്ക് പിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ വായയുടെ ഉൾഭാഗത്ത് നമ്മൾ പല്ല് വരയ്ക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പെൻസിൽ യൂസ് ചെയ്തിട്ട് പല്ല് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല്ലിൻ്റെ ഉള്ളിൽ കളറൊന്നും അടിക്കരുത്. ആ വൈറ്റ് പോർഷൻ അതുപോലെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ കളർ ചെയ്തു വന്നപ്പോൾ ആ വൈറ്റ് പോർഷനിലേക്കും കുറച്ച് കളറ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റിൽ മിസ്റ്റേക്ക് തിരുത്താട്ടോ. നെക്സ്റ്റ് ബ്ലാക്ക് കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി അതുപോലെ തന്നെ ബാക്കി ഔട്ട്ലൈൻസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് തൽക്കാലം ലീവ് ചെയ്യാം, ലാസ്റ്റ് നോക്കാം. അപ്പോൾ ബാക്കി പോർഷൻസൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ഔട്ട്ലൈൻ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ചെവിയുടെ ഉള്ളിൽ ഇതുപോലെ കുറച്ച് വരകളൊക്കെ വരച്ച് ചില ഭാഗത്ത് ഡാർക്കൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ണിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് വരകൾ, പിന്നെ ആ ഒരു സൈഡിലായിട്ട് നല്ല നീളത്തിലുള്ള കട്ടിയുള്ള വരകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വരകളാണ് നമ്മുടെ ഈ ഒരു മുഖംമൂടി കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്, ഒറിജിനാലിറ്റി തോന്നിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സും കുറച്ച് വലിയ ഡോട്ട്സൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ചെയ്യുമ്പോഴാണ് ഈ ഒരു പുലിക്കുട്ടൻ്റെ മാസ്ക് ഫിനിഷ് ആവുന്നത്. അപ്പോൾ ഈ ഒരു പുലിക്കുട്ടൻ്റെ എന്താ പറയുക, ലുക്ക് ഞങ്ങൾ മാറിപ്പോകും കേട്ടോ. ആദ്യം നമ്മൾ റൗണ്ട് ഷേപ്പ് ചെറുതായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വായയുടെ പോർഷൻ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മിസ്റ്റേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. കണ്ടില്ലേ, നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ 2 സൈഡിലായിട്ട് നമുക്ക് ഹോൾ ഇട്ടിട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ടോ അലാസ്റ്റിക് യൂസ് ചെയ്തിട്ടോ കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഹോൾ ഇടുന്നില്ല, ഞാൻ ബാക്കിൽ അലാസ്റ്റിക് സ്റ്റിക്ക് ചെയ്യാട്ടോ ചെയ്യുന്നത്. അത് ഫൈനലി കാണിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മാവേലിയുടെ ഫേസ് മാസ്കും കൂടി വരച്ചെടുക്കാം. അപ്പോൾ മാവേലിയുടെ ഫേസ് മാസ്ക് ഞാൻ ലൈറ്റായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഡാർക്കൺ ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാവേലിനെ വരയ്ക്കുന്ന ടൈമിൽ ഞാൻ ആദ്യം ഫീച്ചേഴ്സാണ് വരച്ചിട്ടുള്ളത്. അതായത് കണ്ണ്, മൂക്ക്, പിരികം, വായ അതൊക്കെ വരച്ചതിന് ശേഷം മാത്രമാണ് ഫേസിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻറ്ററിലായിട്ടൊരു യു ഷേപ്പിലുള്ള പൊട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാവേലിയുടെ ഫീച്ചേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന് വരുന്നത്. അതിനുശേഷം മുകളിലേക്ക് ഒരു കിരീടം വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിരീടം വരയ്ക്കുമ്പോഴും അതുപോലെ കണ്ണ്, പിരികൊക്കെ വരയ്ക്കുമ്പോഴും നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ഡിസ്റ്റൻസ് ആണോ കറക്റ്റ് സെൻറ്ററിലാണോ പോയിന്റ് വരുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം വരയ്ക്കാം. നെക്സ്റ്റ് വാട്ടർ കളറിൽ നിന്ന് സ്കിൻ കളർ ചൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫേസിലും അതുപോലെ തന്നെ ചെവിയിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ചില ഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡ് കൂട്ടാൻ 2 പ്രാവശ്യം ഒന്ന് വാട്ടർ കളർ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കിരീടത്തിന് ഡാർക്ക് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ 2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഗോൾഡിൻ്റെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. പോയിന്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് കമ്മലിനും ഇതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കിരീടത്തിൽ കുറച്ച് സ്റ്റോൺസ് ഉണ്ട്, അപ്പോൾ അതിന് ഞാൻ ഡാർക്ക് പിങ്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഹെയർ, പിരികം, കണ്ണിലെ കൃഷ്ണമണി ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കോർണർ പോർഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഉള്ളിൽ ബ്രഷ് യൂസ് ചെയ്തതിന് ശേഷം പോയിന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മാർക്കർ പെന്നോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം കേട്ടോ. വാട്ടർ കളർ യൂസ് ചെയ്ത് ബ്ലാക്ക് കളർ ചെയ്യുമ്പോൾ 2 കോട്ട് അല്ലെങ്കിൽ 3 കോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാലാണ് ഇത്രയും ഒരു ഡാർക്ക് ആയിട്ടുള്ളത് കിട്ടുള്ളൂ. പക്ഷേ ഇതിനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കളർ ഫെയ്ഡായി പോകത്തൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് ബ്ലാക്ക് കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ട് കണ്ണ്, പിരികം, അതുപോലെ ഹെയർ അതിനെല്ലാം ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുന്ന ടൈമിൽ ഭയങ്കര ഒരു പെർഫെക്ഷനാണ് നമ്മുടെ ഡ്രോയിങ്ങിന് ഫീൽ ചെയ്യുന്നത്. പിന്നെ സെൻറ്ററിലായിട്ട് യു ഷേപ്പിലൊരു പൊട്ടും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കിരീടത്തിനും അതുപോലെ തന്നെ കമ്മലിനൊക്കെ ഔട്ട്ലൈൻ കൊടുക്കുന്നത് റെഡ് കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പിങ്കിൽ ഒരു റെഡ് കളർ വരുമ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് യെല്ലോയിലും റെഡ് കളർ വരുമ്പോൾ കറക്റ്റ് ആ ഒരു ഗോൾഡിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ കമ്മൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സെൻറ്ററിൽ ബ്ലാക്ക് കളറിലൊരു യു ഷേപ്പിൽ പൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ റെഡ് കളർ യൂസ് ചെയ്തിട്ട് യു ഷേപ്പിലെ പൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കണ്ണുകൾക്ക് ചെറിയൊരു ജീവൻ വെപ്പിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്ററിലായിട്ട് വൈറ്റ് കളറിൽ അക്രിലിക് പെയിൻറ്റ് ഇതുപോലെ ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഐശ്വര്യമുള്ള നമ്മുടെ സുന്ദര മാവേലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നമ്മളെ പേടിപ്പിക്കാനായിട്ട് നമ്മുടെ പുലിക്കുട്ടനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 മാസ്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു മാസ്കുകളുടെ 2 സൈഡിലായിട്ട് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് മാസ്ക് ആക്കി എടുക്കാം. അതല്ലെങ്കിൽ എലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണെങ്കിലും മാസ്ക് ആയിട്ട് എടുക്കാം. നാനോ ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാണ്. നാനോ ടേപ്പിന് പകരമായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു മാസ്കുകൾ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല വീതിയുള്ള സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾ നമ്മുടെ ഈ ഒരു മാസ്ക് കേടുകൂടാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പുലിക്കുട്ടൻ്റെയും മാവേലിയുടെയും ഈ ഒരു കണ്ണുകൾ ചൂഴ്ന്നെടുക്കണം കേട്ടോ. കാരണം നമ്മൾ മുഖംമൂടി വയ്ക്കുമ്പോൾ നമുക്ക് കണ്ണ് കാണണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായില്ല കേട്ടോ ആ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനായിട്ട്. എനിക്ക് കണ്ണുകളുള്ള ആ ഒരു മാവേലിനെയും പുലിക്കുട്ടനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറയണേ. 2 പിക്ചേഴ്സ് ഞാൻ അവിടെ ആഡ് ചെയ്യാം കേട്ടോ, കണ്ണുകളുള്ളതും കണ്ണുകളില്ലാത്തതും. അപ്പോൾ എല്ലാവരും ഈ ഒരു വെക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. മൊബൈലിൻ്റെ യൂസേജൊക്കെ ഒന്ന് കുറയ്ക്കുക, പകരം ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.